കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച്. അപ്പോൾ ആ ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്ത് പോരെ എന്നുള്ളത്. പക്ഷേ വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കാണണമല്ലോ ഞാൻ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും ആൻഡ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടും അതൊക്കെ നിങ്ങൾ കാണണം ഗൈസ്. അതുകൊണ്ടാണ്. മാത്രമല്ല എനിക്കൊരു കണ്ടൻറ്റും ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് വൂള് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വൂള് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരിത് കണ്ടോ, അതെന്ത് സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്ന് സ്പോണായിട്ട് അങ്ങ് പോയതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഞാനും കുറേ നാളായി ഇവിടെയൊക്കെ കയറി ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് ഞാൻ ഒരു പുലിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. എനിക്ക് തോന്നി ഇവന്മാർ തൂക്കി വിറ്റതാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ സംഭവിച്ച്. എന്തായാലും ഇപ്പോൾ അവനെ കാണുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും അനിമലിനെ കിട്ടുമ്പോൾ അതിനകത്ത് കൊണ്ടുപോയിടാം. സോ ഗൈസ്, നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം മൈനിങ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് വൈബായിട്ട് കുറച്ച് നേരം ഇരുന്ന് മൈൻ ചെയ്തേക്കാം. അപ്പോൾ പുതിയ ബയോം അൺലോക്ക് ആവുമല്ലോ. അപ്പോൾ പുതിയ ബയോം അൺലോക്ക് ആയാലും നമുക്ക് ലാസ്റ്റ് ഡ്രാഗനെയും കൊന്ന് ഈ ഒരു സീരീസ് അങ്ങോട്ട് എൻഡ് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. ഞാൻ ഇതുവരെ ഡ്രാഗനെയൊന്നും കൊന്നിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം, അതൊക്കെ വരുന്ന വഴിക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ കുറേ മൈൻ ചെയ്ത് അടുത്ത ബയോമാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം മാത്രമല്ല നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. സോ അപ്പോൾ എന്താണ് ഇങ്ങനെ മൈൻ ചെയ്യാം. ഒരു ഇതിൽ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ എണ്ണം സ്പോൺ ആവുന്നത്. അപ്പോൾ തന്നെ ആ ഒരു മൂടങ്ങ് പോകും. അപ്പോൾ ഞാനാണെങ്കിൽ മൈനിങ് അങ്ങോട്ട് മാറ്റി വെച്ച് നേരെ നമ്മുടെ വൂള് കളക്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാം. അപ്പോൾ എൻ്റെ ഈ ഒരു കൂട്ടിൽ കുറേ വൂളൊക്കെ ഉണ്ട്, ഷീപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വൂൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം വൂൾ എടുക്കാനായിട്ട് നമുക്കൊരു സാധനമുണ്ട്, കത്രികയാണോ ആ ഒരു സാധനത്തിൻ്റെ പേര് മറന്നുപോയി കേസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നോക്കി വെക്കാം. ഇതിനകത്ത് വല്ല ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ആ ഒരു സാധനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അയൺ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പേര് ഷിയേഴ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്, മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി അയൺ എടുത്ത് തിരിച്ച് വെച്ച് നേരെ നമുക്ക് വൂള് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. സോ ഗൈസ്, നമ്മൾ നമ്മുടെ കൂട്ടി വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഇവന്മാരുടെ എല്ലാം ഷെയർ ചെയ്തെടുക്കാം വൂള്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഗോട്ടിനും 2 വീതം കിട്ടും വൂള്. അപ്പം വൈറ്റ് മാത്രം മതി. അപ്പം ബാക്കി ആ ഒരു ഗ്രേ ഒന്നും നമ്മൾ വേണ്ട, അവരെ നമുക്കൊന്ന് മൈൻഡ് ആക്കണ്ട. എൻ്റെ കയ്യിലാണെങ്കിൽ ഫ്ലവറും ഇല്ല നമുക്ക് മറ്റേ കളർ മാറ്റാനൊക്കെ വേണ്ടി. അപ്പോൾ ഉള്ളത് വൈറ്റ് എടുത്തേക്കാം. അപ്പം ഇതിനകത്ത് കുറച്ച് ഗോട്ടല്ല ഷീപ്പൊക്കെ ഉള്ളൂ. അപ്പം അവന്മാരിൽ നിന്ന് കിട്ടുന്ന വൂള് ഞാൻ ഇതുപോലെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, പെട്ടെന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇവന്മാർക്ക് വീണ്ടും ആ ഒരു വൂള് വരണമെങ്കിൽ പുല്ല് തിന്നണം. ഞാനിവിടെ ഇതിനെ വളർത്തേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, പ്ലാങ്ക്സിൻ്റെ തടിയുടെ മുകളിലാണ്. അപ്പോൾ അവിടെ അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ വീണ്ടും അവർക്ക് വൂള് കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ അതൊരു വലിയ പണിയാണ്. സോ പണിയായിട്ട് എന്താണ് നമ്മളതിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രിങ് ആണ്, 2 കയറ് വേണം. എൻ്റെ കയ്യിൽ 4 ഉണ്ട്. എൻ്റെ 4 എടുത്തിരിക്കാം. അപ്പം പേടിച്ചു പോയി ഗൈസ്, പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു സാധനം ബാക്കി വന്നിരിക്കുന്നു. നോക്കി അപ്പം അവന്മാരിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം 2 അവന്മാരെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡേർട്ട് വെക്കുക, നേരെ ഇവന്മാരെ വെളിയിലിറക്കണം. പെട്ടെന്ന് കയറിക്കോ, അല്ലെങ്കിൽ മറ്റവന്മാരെല്ലാം വെളിച്ചാടും. പെട്ടെന്ന് കയറൂ, പെട്ടെന്ന് എന്തോ കാണിക്കുമോ, കിടന്ന് താളം തുള്ളുന്നു. അപ്പോൾ എന്തായാലും കയറിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ വെളിച്ചാടും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവന്മാരെ നേരെ കൊണ്ടുപോയിട്ട് ആ ഒരു അവിടെ എവിടെയെങ്കിലും ഒരു ഫ്രണ്ട്സിൽ കൊണ്ടുപോയി കെട്ടിയിടാം കേട്ടോ. സോ ഗൈസ്, അവിടെ 2 കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇവർക്ക് 2 പേരും കൂടെ ആയതുകൊണ്ട് 2 പേര് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, മീൻസ് കുറേ വൂള് കിട്ടാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ഇവന്മാരൊന്ന് ഇത് ഫില്ലാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വന്നിട്ട് ഇതാക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് മൈൻ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഒരു സമയത്ത് തന്നെ 2 കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞാൻ കുത്തിയിരുന്നിട്ട് മൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ്, അവിടെ മഴയൊക്കെ ഉണ്ടോ, എല്ലാവരും സേഫ് ആണോ? നമ്മളിവിടെ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട അറിയാലോ, ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ
പക്ഷെ കുഴപ്പമില്ല, നമ്മളിവിടെ ഒക്കെ ഒന്ന് സേഫായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. എന്നാലാണ് ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ഒക്കെ കൂടുണ്ടല്ലോ, അത് ഫുൾ പച്ചപ്പാക്കാനുള്ള പരിപാടിയിലാണ്. എന്നുവെച്ചാൽ ജസ്റ്റ് ഇവിടുന്ന് ആ ഒരു അവിടെ വരെ നമുക്ക് ഡേർട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്പ്രെഡ് ആവുമെന്നാണ് തോന്നുന്നത്. ഇനി ബാക്ക് ടു മൈനിങ് തന്നെ. എല്ലാ വൂളും വീണ്ടും സെറ്റായി കഴിയുമ്പോൾ മൈനിങ് മാറ്റിയിട്ട് അത് സെറ്റാക്കും. എന്നിട്ട് അത് മൊത്തം ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ടൈം എടുക്കുമല്ലോ, ആ സമയത്ത് ഞാൻ വീണ്ടും വന്ന് മൈൻ ചെയ്യും. അത് തന്നെയായിരുന്നു ഇന്ന് ഫുള്ള് നടന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറേ നമുക്ക് മൈൻ ചെയ്യാനും പറ്റുമല്ലോ. പിന്നെ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അലേ സാധനം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പേടിപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് വരുമ്പോൾ ഞാൻ വിചാരിക്കും അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് പേടിച്ചു. സോ ഗൈസ്, നമുക്കിനിയും ഒരുത്തനും കൂടെ ഇതായിട്ടുണ്ട്, ഫുൾ ലൂളായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവനെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തോ നോക്കുന്നത്, കുറേ നേരമായി എൻ്റെ കൂട്ടി കയറി നിൽക്കുന്ന ഗൈസ്. ഞാൻ അവനെ ഇങ്ങനെ വെളിയിൽ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് സ്പേസ് കൊടുക്കും. അപ്പോഴത്തേക്കും അവന്മാർ പോകത്തില്ല, ചുമ്മാ അകത്ത് കയറിയിരിക്കും. എന്താ ഒരെണ്ണം കൂടെ കയറി നിൽക്കുന്നുണ്ടോ. ഇവനെ എങ്ങനെയും ഞാൻ തള്ളിയൊന്ന് വെളിയിലാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് മൈൻ ചെയ്യാം. ഓ ഗൈസ്, ഈ ഒരു സാധനം സ്പോണായി. ഇതിനൊന്നും എനിക്ക് പേടിയൊന്നുമില്ല ഗൈസ്. ഈ ചുമ്മാ ടാറ്റ കാണിക്കുന്നുണ്ട് ഗൈസ്. കൈ വെച്ച് 2 കൈയും പൊക്കി പിടിച്ച് നമുക്ക് ടാറ്റ തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിൻ്റെ ടാറ്റയൊന്നും വേണ്ട, പ്ലീസ് ഡെഡായി പൊക്കോ. അപ്പോൾ നമുക്ക് അവനെ അങ്ങ് തീർത്തിരിക്കാം കേട്ടോ. എനിക്ക് അവനെ പേടിയൊന്നുമില്ല ഗൈസ്. ഓക്കെ, കണ്ടോ, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അവനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈൻഡ് ചെയ്യാം. എനിക്ക് സമയമില്ല ഗൈസ്. ആ സമയത്തിലാണ് ഇവന്മാരൊക്കെ സ്പോൺ ആവുന്നത്. ഈ കുഞ്ഞു സാധനമൊക്കെ കുറേ നേരമായി കൂട്ടി കയറി നിൽക്കുന്നത്. അപ്പോൾ അതാ കുറച്ചും കൂടി വൂള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവന്മാരെ എല്ലാം ഷെയർ ചെയ്ത് വൂള് കളക്ട് ചെയ്യാം. ഐ തിങ്ക് ഒരു 1 സ്റ്റാക്ക് മതിയാവും. അപ്പോൾ ആ ഒരു സ്റ്റാക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു പണിയിലാണ് ഞാൻ. ഇവനെയും അതുപോലെ തന്നെ ബാക്കി ഇവിടെ നിൽക്കുന്ന ഫുള്ള് വൂളുള്ള എല്ലാത്തിനെയും നമുക്കൊന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്തിരിക്കാം. ഇവനെയും ഷെയർ ചെയ്ത്, അതുപോലെ അവിടെ ഒരുത്തനും കൂടെ നിൽപ്പുണ്ട്, അവനെ ഷെയർ ചെയ്ത് എടുക്കുമ്പം നമ്മൾ 2 സ്റ്റാക്കും ഇവിടെയൊക്കെ പിന്നെയും കിടപ്പുണ്ട്. അതൊക്കെ മുമ്പ് കളക്ട് ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് ദൈവം പിന്നെയും വൂളാക്കി ഗൈസ്. അപ്പോൾ ഇവനെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ് 2 സ്റ്റാക്കും 14 എണ്ണവും നമ്മളായിട്ടുണ്ട്. ഇത്ര മതിയാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവൻ ഇതിനകത്ത് കയറി നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് കയറി നിൽക്കുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. നമ്മൾ പുതിയ ബയോമണ്ണൊക്കെ ആയി ഗൈസ്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഇത്രയും ബോളും സെറ്റാക്കി, പുതിയ ബയോമണ്ണൊക്കെ ആക്കി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവനെ നമുക്ക് വെളിയാക്കണം. അപ്പം ഇതിനെ തള്ളി നമുക്ക് വെളിയിലോട്ട് കളയാം. ഇനി എനിക്കിഷ്ടമല്ല ഇതിനകത്ത് നിൽക്കുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇവനെ അങ്ങോട്ട് വെളിയിൽ തട്ടി കളയാം കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ഫെൻസ് വെച്ച് അടച്ചിരിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഏത് ബയോമിലാണ് എന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം കേട്ടോ. അപ്പം ഇവനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നമ്മളിപ്പോൾ ഏത് ബയോമിലാണ്? മഷ്റൂം ബയോമിലാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത ബയോമെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ആ ഒരു ബിൽഡ് സെറ്റാക്കട്ടോ. എന്ത് ബിൽഡാന്നൊക്കെ ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.